ഇറങ്ങാൻ നിൽക്കുകയാണ്. കാരണം നമ്മളെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുമെന്നൊക്കെ വിചാരിച്ച് കാണാൻ വന്നതാണ്. പക്ഷെ ഇവിടെ ഒരു തേങ്ങക്കൊലി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ചക്കിയ വില്ലേജിലാണ്, അതായത് നാഗാലാൻഡിൽ ചക്കിയ വില്ലേജിലായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ജലദോഷം കുറച്ച് കുറവുണ്ട്. ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളെല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. യാത്ര പറയാൻ നമ്മൾ ചിൽഡ്രൻസ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ചെറിയ കുട്ടികളൊക്കെ. मैं बाद में जाएगा, बाद में आएगा. ओके, बाय बाय. एक ही है, बाय. ओके, बाय बाय. ओके, बाय. अब मैं बाद में आएगा. ओके, बाय बाय. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഒരു വീഡിയോ അതിന് ട്രഡീഷണൽ കാര്യങ്ങളും അതിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഷൂട്ടിങ്ങിൽ ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പോകണ്ട കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് എന്താ പറയുക, യാത്രകൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ എവിടെയും സ്ഥിരമായിട്ട് കൂടാനും പറ്റത്തില്ലല്ലോ. വിഷമമൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി മേഘാലയയിലോട്ടാണ് പോകുന്നത്. മേഘാലയയിലോട്ട് പോകാനാണ് പ്ലാനിങ്. ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാനിങ് ഒക്കെ മാറും, പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതൊക്കെ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ബായ്. ഒരു കടന്ന് ടാറ്റ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ മേലെ മെയിൻ റോഡിലോട്ട് നടക്കാനുണ്ട്. അവിടെ പോയിട്ട് ബാക്കി എങ്ങോട്ടാണ് പോകേണ്ട കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഒരു ലിഫ്റ്റ് കിട്ടി. അതാണെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക് കൊണ്ടൊക്കെയാണ് വന്നത്. ഞാനാണെങ്കിൽ ലിഫ്റ്റ് ചോദിച്ച് വണ്ടി കയറ്റി, വണ്ടി സൂപ്പറാണെന്ന് പറഞ്ഞേ ഉള്ളൂ. ആളെന്നെ സ്വർഗം കാണിച്ചു കഴിച്ചു. ഏതൊക്കെയോ വഴി കൂടെ ആൾ 1/2 കിലോമീറ്റർ കൊണ്ടുവരേണ്ടേ ഉള്ളൂ. ആൾ പക്ഷേ വേറെ ഏതൊക്കെയോ വഴി കൂടെ ആൾ ഇത് കൊണ്ടുപോയി, എന്താ പറയുക, ജീവൻ പോയി എന്ന് പറയുക. അമ്മാതിരി പൊക്കെ കൊണ്ട് ആൾ ലാസ്റ്റ് മെയിൻ റോഡിൽ കൊണ്ടുവന്ന് ഇറക്കി. ഇനിയിപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഏകദേശം ഒരു 30-35 കിലോമീറ്ററിനടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇവിടെ നിന്ന് ഒരിക്കലും ഹിറ്റായി കിട്ടില്ല എന്നാണ് ആൾ പറഞ്ഞത്. ഞാൻ 1-2 വട്ടം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. മെയിൻ ടൗൺ ആയതുകൊണ്ട് തന്നെ ആരും ലിഫ്റ്റ് തരത്തില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും കുറച്ച് ദൂരം കൂടെ പോയിട്ട് ബാക്കി ലിഫ്റ്റ് കിട്ടുമോ നോക്കി നോക്കാം. അങ്ങനെയായാലും ഒരു ഉച്ചയ്ക്ക് മുന്നെങ്കിലും മിനിമം അവിടെ എത്താൻ നോക്കണം. ഇല്ലെങ്കിൽ വെയിലായി കഴിഞ്ഞാൽ ഈ ടൈമിൽ ഇത്ര ദിവസം തണുപ്പുണ്ടായിരുന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല വെയിൽ ഇരിക്കുന്നുണ്ട് ഉച്ച ടൈം ആകുമ്പോൾ. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് കിട്ടിയേ, ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇപ്പം ഞാൻ പറന്നു പോയ എൻ്റെ ആളൊരു കുണ്ടി ചാട്ടിച്ചതാ. ഗൈസ്, സമയം ഇപ്പോൾ 12:30. ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കിയേ, ഫുള്ള് ഇരുണ്ട് കിടക്കുന്നത്. നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, നമ്മൾ മേഘാലയയിലോട്ട് പോകാനുള്ള പ്ലാനിങ് ചേഞ്ച് ചെയ്തിരുന്നു. കാരണം മഴ പെയ്ത സ്ഥിതിക്ക് അവിടുത്തെ ക്ലൈമറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റ്സ് കാര്യങ്ങളായിരിക്കും. പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഒരു മാർക്കറ്റ് കണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വേണ്ടി കയറിയതാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ അവിടെ ആൾക്കാർ സെയിലിങ് കാര്യങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഫുള്ള് അവിടെ empty ആയി കിടക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറഞ്ഞാണ് ഇവിടെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസ് ഉണ്ട്, തൊട്ട് നിയർ ബൈ ഒരു പ്ലേസ് ഉണ്ട്, ഒരു 1 കിലോമീറ്റർ അതുകൊണ്ട് നടന്നാൽ മതി പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കച്ചാരി റൂയിൻസ് എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. ഞാൻ ഇപ്പോൾ എന്തായാലും ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഫുള്ള് റൗണ്ട് അടിച്ച് വേണം കയറാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അടുത്ത വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ നെയിം കച്ചാരി റൂയിൻസ് എന്നാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ നെയിം വരുന്നത്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇതിനെ രാജബാരി എന്നാണ് പറയുന്നത്. അതേപോലെ ഞാൻ ഇപ്പോൾ വിക്കിപീഡിയ നോക്കിയപ്പോൾ അതിൽ രാജബാരി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെയുള്ള ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. ദുരൂഹമായ കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റൊന്നും മനസ്സിലാവാത്തത് കൊണ്ടും അവർ പറയുന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ടും അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഫുള്ള് കാട് പിടിച്ച് കിടക്കട്ടോ, അതായത് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഭാഗത്ത് അതായത് അത്യാവശ്യം കുറച്ച് നിർമ്മിതികൾ മാത്രമേ അതുപോലെ നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നിലംപൊത്തി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങൾ കാണിച്ചു തരാം. അതായത് 10ാം നൂറ്റാണ്ടിലോ 11ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലൊക്കെ ആയിട്ട് നിർമ്മിച്ച നിർമ്മിതിയിലാണ്. ആ ടൈമിലായിരുന്ന പ്രഭുക്കന്മാർ
നിർമ്മിച്ചതാണ്. അവരുടെ ഒരുതരം പ്രത്യേക ചെസ്സ് പോലത്തെ കളികളുടെ അതിനെ ആസ്പദമാക്കിയിട്ട് അതിൻ്റെ മോഡലിൽ നിർമ്മിച്ച നിർമ്മിതികളാണെന്നാണ് ഇവർ പറഞ്ഞത്. വിക്കിപീഡിയയിലും സെർച്ച് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നതാണ്. പക്ഷേ ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ആരും ഇവിടെ ശ്രദ്ധിക്കാത്തൊരു ലെവലിലാണ്. എല്ലാവരും വന്നു കഴിഞ്ഞാലും അതായത് പുറം ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്ലീനിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗങ്ങൾ ആരും ക്ലീൻ ആക്കുന്നുമില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ആരും ഇതിൻ്റെ ഉള്ളിലൊന്നും കയറുന്ന കാണുന്നില്ല. എല്ലാവരും പുറത്തു നിന്ന് ഫോട്ടോ എടുക്കലും, വളരെയധികം കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളിൽ കയറി ജസ്റ്റ് കണ്ടിട്ട് പോകുന്നുള്ളൂ. എല്ലാവരും പുറത്തുനിന്ന് ഫോട്ടോ എടുക്കൽ, വീഡിയോ ഷൂട്ട് ചെയ്യൽ, വരുന്ന വഴിക്ക് അവിടെ കുറച്ച് ആൾക്കാർ റീൽസ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്ഥലം അടിപൊളിയാണ്, നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. പക്ഷേ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. പാമ്പ് വലിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയത്തുമില്ല. അതുകൊണ്ട് വേഗം പുറത്തോട്ട് കിടക്കാൻ നോക്കുക. പുല്ലിൻ്റെ അടിയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. 10ാം നൂറ്റാണ്ടിലൊക്കെ നിർമ്മിച്ച നിർമ്മിതി പറയുമ്പോൾ ഫുള്ള് നല്ല രസമൊക്കെ ഉണ്ടായി കാണാൻ. മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ആരും അധികം വരവില്ല എന്ന് തോന്നുന്നു ഇങ്ങോട്ട്. അതൊക്കെ നോക്കിയോ ഗൈസ്, നല്ല രീതിക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ ടൂറിസ്റ്റുകൾ ഇവിടെ നാഗാലാൻഡിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളായാലും എല്ലാവരും വന്ന് കണ്ടുപോകുന്ന സ്ഥലമായിരിക്കുന്നത്. കുറച്ചുകൂടെ അറിയപ്പെടുന്ന സ്ഥലമായി മാറും. പക്ഷേ ഇവർ നോക്കുന്നില്ലല്ലോ, ആരും ക്ലീൻ പോലും ചെയ്യുന്നില്ല. പിന്നെയല്ലേ ആൾക്കാർ കാണാൻ വരുന്നത് ഇങ്ങോട്ട്. കുറച്ച് ആൾക്കാർ ഇതാ കപ്പിൾസ് ആയാലും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെയും ഇവിടെ ഇരുന്ന് സംസാരിക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത്ര തന്നെ ഇവിടെയുള്ളൂ. പിന്നെ ശാന്തമായിട്ട് കുറച്ച് നേരം വന്നിരിക്കാം. നമ്മുടെ പാലക്കാടുള്ള മറ്റേ ടിപ്പുവിൻ്റെ കോട്ട പോലെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കാത്ത അത്രയും ഇപ്പോൾ ഇതിന് പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. പക്ഷേ സെർച്ച് ചെയ്തപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസ് കാര്യങ്ങളാണ്. ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അതായത് ടൂറിസ്റ്റ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. നമ്മളിനിപ്പോൾ എന്തായാലും നമ്മളെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇതിൽ വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവരിത് മെയിൻറ്റെയിൻസും കൂടി ചെയ്യുന്നില്ല. അത് ആൾക്കാർ വരുന്നത് പോലും ഇല്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഇവിടെ മുൻപ് ഇതൊക്കെ നല്ല മെയിൻറ്റെയിൻസിൽ പോയിരുന്നാന്ന് തോന്നുന്നത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഇതാരും മെയിൻറ്റെയിൻ ചെയ്യാത്ത. ഇരിപ്പിടെയൊക്കെ ഇതാ പൊട്ടി കിടക്കുന്നു ഗൈസ്, എന്നാ പറയാനാ. നമ്മളിനിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. കാരണം നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുമെന്നൊക്കെ വിചാരിച്ച് കാണാൻ വന്നതാണ്. പക്ഷെ ഇവിടെ ഒരു തേങ്ങ കൊലയില്ല ഗൈസ്. നല്ല രീതിക്ക് മെയിൻറ്റെയിനും കൂടി ചെയ്യുന്നില്ല. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെയൊക്കെ അതിന് നിർമ്മിതി തന്നെ കേട്ടോ. പക്ഷെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. വേണ്ടോ ഇതൊക്കെ വീണ് കിടക്കുന്ന അവിടെ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട്. ആരും തിരിഞ്ഞ് നോക്കൊന്നും കൂടി ഇല്ല എന്ന് തോന്നുന്നു ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മേഘാലയ പോവാം. കാരണം ഇവിടെ ഇനിയും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മേഘം പിന്നെ ഇരുണ്ട് വരുന്നുണ്ട്. അപ്പോൾ മേഘാലയ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ക്ലൈമറ്റ് ഇപ്പം അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നത്. ഹലോ, നല്ല ക്യൂട്ട് കുട്ടികളുടെ രണ്ടുപേര്. എന്തായാലും നമ്മളിവിടെ നിന്ന് മേഘാലയ പോവുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ നേരെ മേഘാലയ റൂട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഇവിടെ കാണാൻ മാത്രം വലുതായിട്ടൊന്നുമില്ല. പക്ഷെ എന്താ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. അവിടെ പോയതിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷങ്ങളുണ്ട്. കാരണം പണ്ടത്തെ പുരാതന കാലത്ത് നിർമ്മിച്ച നിർമ്മിതികളൊക്കെ കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട്. പക്ഷെ അവിടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും അവർ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസ് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണാം. അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. കാരണം ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ ഗവൺമെൻറ്റും അതിനെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പുറമെയുള്ള ആൾക്കാർ വന്നിട്ട് ഈ കാട്ടിനുള്ളിൽ പോയി കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ പോയി എന്തെങ്കിലും സംഭവിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഹിസ്റ്റോറിക്കൽ പ്ലേസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇവിടെ വന്നതിനെ കുറച്ചേരം ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് സജഷൻ ചെയ്യാം. അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും. ഈ മാർക്കറ്റിന് അങ്ങോട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ കച്ചവട കാര്യങ്ങളൊന്നുമില്ല. സാധാരണ സൺഡേകളിലാണ് ഇവിടെ മാർക്കറ്റ്
പ്രവർത്തിക്കുന്ന ആൾക്കാർ പറഞ്ഞേ. ഞാൻ വരുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരെ അന്വേഷിച്ചപ്പോൾ അവരും പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ ടൈം അവസാനിച്ചതാണോ എന്ന് അറിയത്തില്ല. എല്ലാവരും എല്ലാം പൂട്ടി വെച്ച് പോയിരിക്കുകയാണ് ഗൈസ്. വെജിറ്റബിൾസിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടോ എല്ലാം ക്ലോസ്ഡ് ആണ്. ഇവിടുത്തെ മാർക്കറ്റും കൂടി ഒന്ന് കാണാൻ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ എല്ലാം ക്ലോസ് ആയി പോയി ഗൈസ്. ഉച്ചവരെ ഉണ്ടാവുള്ളൂ തോന്നുന്നു ഇവിടുത്തെ മാർക്കറ്റ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മേഘാലയ റൂട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഞാൻ ഷിലോങ് സൈഡിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് 362 കിലോമീറ്ററിന് അടുത്തോളം ഉണ്ട്. അപ്പോൾ പോകുന്ന ഇടയ്ക്ക് കുറച്ച് വില്ലേജുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള രീതിക്കാണ് പോകുന്നത്. എന്തായാലും ബാക്കി ഇപ്പോൾ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്താനായിട്ട് അവിടെ മെയിൻ റോഡിൽ ചെന്നിട്ട് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത് നോക്കി നോക്കാം. എന്താ പറയുക, ഇവിടെ ഇത് മെയിൻ റോഡല്ല കേട്ടോ. അതായത് സിറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു റോഡ് അത്രയേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചുകൂടി ഏകദേശം ഇനിയൊരു 3-3.5 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ മെയിൻ ഹൈവേയുടെ സൈഡിലോട്ടൊക്കെ എത്തത്തുള്ളൂ. ഇതിപ്പോൾ ദിമാപൂർ സിറ്റിയിൽ നിന്ന് കൊഹിമ റൂട്ടിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലം മാത്രമാണ്. ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് പോകാനുണ്ട് ഹൈവേയിലോട്ട്. ഹൈവേ കയറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 300 സംതിങ് കിലോമീറ്ററോളം നമ്മൾക്ക് ഷിലോങ്ങിലോട്ട് ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വില്ലേജുകൾ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാവുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളതും കാര്യങ്ങളൊക്കെ നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് അമ്മക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരത്തോളം നടന്ന്, കുറച്ച് ദൂരമല്ല കുറച്ചധികം ദൂരം നടന്ന്, എന്താ പറയുക, ഇപ്പോൾ ഞാൻ ചെറിയൊരു കോളനിയുടെ സൈഡിലോട്ട് കയറിയിരിക്കുകയാണ്. മെയിനായിട്ട് നമ്മുടെ ഹൈവേയിലൂടെ പോവുകയാണെങ്കിൽ ഏകദേശം 6 കിലോമീറ്ററിൻ്റെ അടുത്ത് ചുറ്റും, അതായത് ഈ സിറ്റിനെ ദിമാപൂർ സിറ്റിനെ ചുറ്റും റൗണ്ട് അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. നമുക്ക് ഈ കോളനി കൂടെ കയറി പോകുകയാണെന്ന് വെച്ചാൽ ഏകദേശം 2 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട്ട് എത്താം. അപ്പോൾ മാപ്പിൽ അത് നോക്കി മനസ്സിലാക്കിയിട്ട് അങ്ങനെ കയറിയതാണ്. ഇത്ര നേരം ലിഫ്റ്റ് കിട്ടിയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കുറച്ചധികം ദൂരം നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ലിഫ്റ്റ് അങ്ങോട്ട് കിട്ടുമെന്ന് നോക്കാം. കുറച്ചുകൂടെ ഉള്ളേരിയ ആയതുകൊണ്ട് വണ്ടിയൊക്കെ നിർത്താൻ ചാൻസ് ഉണ്ട്. അവിടെയുള്ള ആൾ ടാറ്റ കാണിച്ചിട്ട് പോവുകയാണേ. എന്തായാലും ഇവിടെ കോളനി പക്ഷേ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ വില്ലേജ് അങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊന്നുമല്ല. എല്ലാം തന്നെ അത്യാവശ്യം നല്ല വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല ബിൽഡിങ് സെറ്റപ്പ് അങ്ങനത്തെ കോളനിയാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ടത് പറഞ്ഞാൽ കറക്റ്റ് ഫുള്ള് ഓല, അതായത് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും അതുപോലത്തെ വീടുകളാണ് ടോട്ടലായിട്ടുള്ളത്. പിന്നെ ഉള്ളത് കുറച്ച് സർക്കാർ കെട്ടിക്കൊടുത്ത കുറച്ച് എന്താ പറയുക കോളനി ഏരിയാസും അങ്ങനത്തെ ഏരിയകളൊക്കെ അവിടെ ഉള്ളത്. അവിടെയൊക്കെയാണ് പറഞ്ഞാൽ ഭയങ്കര ഫ്രഷാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബാഗ് വരെ കയ്യിലുണ്ടാവത്തില്ല. അതായിരിക്കും അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാർ. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. അവിടെ നേരെ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ വന്ന് എന്തായാലും ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇവിടെ നടക്കാറുണ്ട്. നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ എത്തത്തുള്ളൂ. അപ്പോൾ പോകുന്ന റൂട്ടിൽ ഞാൻ മാപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഒരു 18 കിലോമീറ്ററോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വില്ലേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വില്ലേജിൻ്റെ പേര് കാര്യങ്ങളൊന്നും മാപ്പിൽ കാണുന്നില്ല. എന്തായാലും ആ വില്ലേജ് കുറച്ച് ഫോറസ്റ്റ് ഏരിയയിലാണ് കാണിക്കുന്നത്. കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഏരിയയിലാണ് കാണിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് അതുകൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ട്. എന്തായാലും ആദ്യം ഇവിടെ നിന്ന് വല്ല ലിഫ്റ്റും കിട്ടുമോ നോക്കി നോക്കാം. ഓക്കെ, അത് തൊട്ടടുത്ത് വരെ ഉള്ളതാണ്. ഇവിടെയും ലിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. മെയിൻ റോഡിൽ ലിഫ്റ്റ് കിട്ടിയല്ല കേട്ടോ, ആരും നിർത്തുന്നില്ല. നിർത്തിയ ആൾക്കാരാണെങ്കിൽ ഞാൻ ഷിലോങ്ങിലോട്ടാണ് പോകുന്നത്. പിന്നെ പോലെ അവർ ബസ്സിൽ കയറ്റി വിടാൻ പറഞ്ഞു. ഞാൻ ബസ്സിലൊന്നും അല്ല, വിത്തൗട്ട് ക്യാഷ് ട്രാവലിംഗ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ ഞാനെന്തോ കള്ളം പറയണമെന്നും പറഞ്ഞിട്ട് അവർ അവിടെ എന്നെ കയറ്റാതെ അവർ. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്നിപ്പോൾ ഇപ്പുറത്തെ സൈഡിലെത്തി, അതായത് അവിടുത്തെ ഹൈവേന്ന് നടന്നിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ജോയിൻ്റ് ആയിരിക്കുകയാണ്. നമ്മൾ അതിൽ കൂടെ ചുറ്റി വന്നിരുന്നെങ്കിൽ 6 കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം നടക്കാനുണ്ടാവും. അതായത് ഈ ഹൈവേ വഴി സിറ്റി മൊത്തം ചുറ്റിയിട്ട് വേണം വരേണ്ടി വരിക. നമ്മൾ ഷോർട്ട് കട്ട് ചെറിയൊരു കോളനി സൈഡിലൂടെ പിടിച്ചതാണ്. നമ്മൾ മെയിൻ ഹൈവേയിലെത്തി. ഇപ്പോൾ ഇവിടെ ഏകദേശം 10-17 കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലിഫ്റ്റ് കിട്ടുന്നില്ല. കാരണം സിറ്റിയുടെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. സിറ്റിയുടെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു.
അപ്പോൾ ഇനി ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ബിൽഡിങ് അത്യാവശ്യം വലിയ കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ മെയിനായിട്ട് ലിഫ്റ്റ് കിട്ടുള്ളതല്ല. കാരണം ടൗൺ ഏരിയകളിൽ ഇവിടെ ലിഫ്റ്റ് കിട്ടൽ വളരെയധികം കുറവാണ്. ഇത് ലിഫ്റ്റ് കിട്ടണമെങ്കിൽ തന്നെ അടുത്തോട്ട് എങ്ങോട്ടേക്ക്, അതായത് ഇവിടുന്ന് കയറ്റി ഒരു 50 മീറ്റർ 100 മീറ്റർ അപ്പുറത്ത് കൊണ്ട് കിടക്കുക. ആ ഒരു അവസ്ഥയിലായിരിക്കും എല്ലാതും ഉണ്ടാവുക. എന്തായാലും കുറച്ചുപേരും കൂടി ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് നടന്ന് അവിടെ ലിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കി നോക്കാം. ലിഫ്റ്റ് കിട്ടാൻ അതിന് നടക്കത്തില്ല ഗൈസ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു വണ്ടി കയറി ലിഫ്റ്റ് എടുത്ത് ഹിച്ചേക്ക് ചെയ്ത് കുറച്ച് ദൂരം മുന്നോട്ട് പോയി റെസ്റ്റ് എടുക്കണം പറഞ്ഞിട്ടാണ്. ഒരു 10-20 കിലോമീറ്റർ ഉച്ചയ്ക്ക് മുന്നേ ട്രാവൽ ചെയ്യണമെന്നാണ്, ഹിച്ചേക്ക് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ലിഫ്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം ഗൈസ്. ഇവിടെ സൺഡേ എല്ലാ കടകളും ഓഫ്, എല്ലാ മാർക്കറ്റ് സൂപ്പർ മാൾ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ എല്ലാം ഓഫാണ്, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ഒരു വെയിലും ഇല്ല. Shillong. Yeah. What's your name? Your name? Are you studying? Are you school पढ़ता है? What are you doing? तुम क्या कर रहे हो? हाँ? मैं केरला आती हूँ. ओके. ചെക്കന് മൈൻഡാക്കിയില്ല എന്ന് പറഞ്ഞ് വായ എടുത്തേ ഉള്ളൂ. അപ്പോഴേക്കും ചെക്കൻ പിന്നാലെ വന്ന് എവിടെന്നാ വരുന്നത്, ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയ. ഇവിടെ ആരും അധികം വിദ്യാഭ്യാസം നേടുന്നില്ല കേട്ടോ. നമ്മുടെ നാടുകളിൽ പോലെ ആരും അധികം പഠിക്കാനൊന്നും പോകുന്നില്ല. ഇവിടെ അത്യാവശ്യം കോളേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ വില്ലേജുകളിൽ പോയപ്പോൾ അവിടുത്തെ ആരും പഠിക്കാനേ പോകുന്നില്ല. പഠിച്ചവരാരുമില്ല, ഇംഗ്ലീഷൊന്നും ആർക്കും അറിയത്തേ ഇല്ല. സിറ്റിയിലോട്ട് വന്നാൽ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് അറിയുന്ന വിചാരിച്ച്. പക്ഷേ ഇവിടെ ഉള്ളവരും സെയിം അവസ്ഥ കേട്ടോ. ആർക്കും പഠിക്കാനും പോകുന്നില്ല. അവനെ കൊണ്ടിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട് ചോദിച്ചപ്പോൾ ഇല്ലാതാണ് പറഞ്ഞത്. ഇത്രയും ചെറിയ കുട്ടിയാണ് ഗൈസ്. ആരും ഇതിനെ പഠിപ്പിക്കുന്നൊന്നുമില്ല ഗൈസ്. കുറച്ച് ദൂരം നടന്നതിന് ശേഷം ഒരു ലിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. വളരെ നമ്മുടെ ബോഡി കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൾ അവിടെ ജസ്റ്റ് കുറച്ച് ദൂരം ഒന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ആളാണ്. അപ്പോൾ നമ്മളുടെ ബോഡി കാര്യങ്ങളുണ്ട്, നമ്മൾ കുറച്ച് ദൂരം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആളാട്ടോ. My name is Jubil. Okay, you're from Islam? No, I'm not basically I'm from Assam. Assam, okay. I have to stay here. I have business here. Oh, okay. അപ്പോൾ ആസാമിലാണ് ആളുടെ ഒറിജിനൽ നാട് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ആൾ സ്റ്റേ ചെയ്ത് ഇവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ചർച്ചിൽ പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കടകളൊന്നും തുറന്നു കണ്ടില്ലല്ലോ. അപ്പോൾ അത് മെയിനായിട്ട് എല്ലാവരും ചർച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ലിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് ആൾ പറഞ്ഞത്. ആളിപ്പോൾ കുറച്ച് ദൂരം ഡ്രോപ്പ് ചെയ്ത് തരാൻ വേണ്ടി നമ്മളെ കൊണ്ടുപോയിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് ദൂരം കൂടി പോയിട്ട് നമുക്ക് അവിടെ ലിഫ്റ്റ് കിട്ടുമോ കാര്യങ്ങൾ. ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ മിക്കവാറും നടക്കേണ്ടി വരും. ആൾ മൈലുകളോളം നടക്കേണ്ടി വരും. ലിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. 1 മിനിറ്റ് ബ്രോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്ററിന് അടുത്ത് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. താങ്ക് യു ബ്രോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ. യാ ഓക്കെ. ഗുവാഹട്ടി സൈഡ്. Yeah, okay. From there you'll get vehicle. Oh, okay. You can take a small vehicle from here, Difu. Difu. Yeah, Difu, it's a place. Assam. That side is Assam, this side is Nagaland. Okay. Yeah, to Difu you go, and from there you will get Shillong. Yeah, okay. Okay. Thank you very much, bro. Okay, thank you. Guys, നമ്മളിപ്പോൾ അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ ദിമാപൂർ സിറ്റി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് മെയിനായിട്ടുള്ള സിറ്റിൻ്റെ നമ്മൾ സെൻറ്ററിൻ്റെ കുറച്ച് അപ്പുറത്താണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഇത്രയും ദൂരം നമ്മൾ ടോട്ടൽ ഇവിടെ ട്രാവൽ ചെയ്ത് വന്ന് അപ്പോൾ ദിമാപൂരിൻ്റെ സിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സിറ്റി ഗേറ്റാണത്. വിസിറ്റ് ചെയ്യാൻ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ജീവ് എന്നൊന്നും കാണാനില്ല ഗൈസ്. അതൊക്കെ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾക്കിനി നേരെ കുറച്ചുകൂടെ മുന്നോട്ട് പോയ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറാനുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾക്കിനി
പോകുന്ന റൂട്ടിൽ ടോട്ടൽ ഈ ദിഫു എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ്, അതായത് ദിഫു എന്ന് പറഞ്ഞിട്ടുള്ള ടൗൺ, ചെറിയൊരു ടൗൺ വരുന്നുണ്ട്, ഒരു 48 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. നമ്മളുടെ ഫോണിൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്, ഇവിടെ ദിഫുവിലെത്തി നമ്മൾ. അപ്പോൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് ഇവിടുത്തെ ഫോൺ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് അപ്പോൾ അതാ ഇവിടെ നിന്ന് ഷിലോങ് സിറ്റിയിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടുന്ന് പവർ ബാങ്ക് കൂടി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ ചാർജ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്തായാലും ഇവിടുത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മുന്നേ ഇട്ട വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതേപോലെ വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.